ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു പിക്കിൾ റെസിപ്പി നോക്കിയാലോ. അതായത് ബീട്രൂട്ട് ഡേറ്റ്സ് പിക്കിളാണ്. ഇതിൽ നോ ഓയിൽ നോ കുക്കിംഗ് കേട്ടോ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 500 ഗ്രാംസോളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഏകദേശം 350, അതായത് 2 ഇടത്തരം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്, ഇഞ്ചി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക്, നമ്മളെ പൊടിച്ച മുളക് ഒന്ന് വറുത്തെടുത്തതാണ്. പിന്നെ കുറച്ച് കടുക് കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ വിനീഗറാണ്. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു വെള്ളമയമല്ലാത്തൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നേരത്തെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആണ്. അതിനെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വിനീഗർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വിനീഗർ ഏകദേശം ഞാൻ ഒരു 200 ml വിനീഗർ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ കാണിക്കുന്ന രീതിയിൽ അങ്ങ് മിക്സ് ചെയ്ത് പോയാൽ മതി. പിന്നെ നമുക്ക് എത്രമാത്രം അതിൻ്റെ ആ ഒരു എന്താ പറയുക തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് വിനീഗറിൻ്റെ എമൗണ്ട് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പിന്നെ ഇതിലുപയോഗിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആണെങ്കിലും നമുക്ക് എന്താ പറയുക കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഏതിൻ്റെ ടേസ്റ്റാണോ കൂടുതൽ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ പിക്കിൾ ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ ഇടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ചേർക്കണം. പിന്നെ ഫൈനലി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കടുകുണ്ടല്ലോ, പൊട്ടിച്ച കടുക്. അപ്പോൾ പൊട്ടിക്കുക മീൻസ് ഇത് റോസ്റ്റ് ചെയ്തതൊന്നുമല്ല, ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചതാണ്. നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് ഇത് വാങ്ങിക്കാനും കിട്ടും. എന്നാലും എനിക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ ചേർത്ത് പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഒരല്പം പഞ്ചസാര കൂടെ ചേർക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, എന്നാലും എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ടിരിക്കാൻ അത് പഞ്ചസാര നല്ലതാണ്. ഈ അച്ചാറിന് നല്ല മധുരം ഉണ്ടാവും, ഒരല്പം പുളി, പിന്നെന്താ എരിവ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിന് മാത്രമല്ല, നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുക, ഞാൻ ദോശക്കും ചപ്പാത്തിക്കും എന്താണ് ഫ്രൈഡ് റൈസിനൊക്കെ ഭയങ്കര ടേസ്റ്റാണിത്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.